നമസ്കാരം. എന്തൊക്കെയായാലും SIT അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്ന സൂചനകൾ ആണ് പുറത്തു വരുന്നത്. കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അറസ്റ്റ് എത്തുമോ, രാജു എബ്രഹാമിലേക്ക് അറസ്റ്റ് എത്തുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലായി മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിൽ ഒരു വിധിയെക്കുറിച്ച്, ഒരു ജാമ്യ ഹർജിയിൽ പുറപ്പെടുവിച്ച ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ വിധിയെക്കുറിച്ചുള്ള ഒരു എഴുത്ത് ശ്രദ്ധിച്ചു. ഡോക്ടർ മഹേന്ദ്രകുമാർ PS എന്ന സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകൻ, അധ്യാപകനാണ്. അദ്ദേഹം എഴുതിയ ഒരു കുറിപ്പ്, അതായത് ജഡ്ജി ഒരു പഴയ സിനിമാ പാട്ട് കോട്ട് ചെയ്തുകൊണ്ട് എഴുതിക്കൊണ്ട് ജസ്റ്റിസ് ബദറുദ്ദീൻ എന്ന ഹൈക്കോടതി ജഡ്ജി, അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം, ഈ കേസൊക്കെ അദ്ദേഹമാണ് പരിഗണിക്കുന്നത്. ജസ്റ്റിസ് ബദറുദ്ദീന്റെ വിധിന്യായത്തിൽ 119 പേജുള്ള വിധിന്യായമാണ്. അതിലെ 118 പേജിലാണ് ഒരു മലയാള സിനിമാ ഗാനം എഴുതിക്കൊണ്ട് ജഡ്ജി ശ്രദ്ധ പിടിച്ചു പറ്റിയത്. വളരെ വിഖ്യാതമായ ഒരു ഗാനമാണ്. ഈ ഗാനത്തിന് സത്യം പറഞ്ഞാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി അഭേദ്യമായ ബന്ധമുണ്ട്. ഒരു ന്യായാധിപൻ അത് പറയണമെങ്കിൽ തീർച്ചയായിട്ടും ഈ കേസിന്റെ മെറിറ്റ്, അല്ലെങ്കിൽ ഈ കേസിൽ നടന്ന സംഭവങ്ങളുടെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതായത് 118 പേജിലുള്ള പ്രയോഗം, അതാണ് ഇപ്പോൾ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട്, അതിന്റെ ഒരു ഫോട്ടോ എടുത്ത സ്ക്രീൻഷോട്ടും ഡോക്ടർ മഹേന്ദ്രകുമാർ ഷെയർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പറയുന്നു: ബിഫോർ പാർട്ടിംഗ് വിത്ത് ദിസ് ഓർഡർ, മലയാളം ഫിലിം സോങ് ഫ്ലക്ച്വേറ്റ്സ് ഇൻ മൈ മൈൻഡ് വിച്ച് റീഡ്സ് ദസ്. അതായത് ഇത് ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ്: ഒരു പഴയ മലയാളം പാട്ട് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പാട്ട് മലയാളത്തിൽ ഈ ജാമ്യ ഹർജിയിലെ വിധിന്യായത്തിൽ ജഡ്ജി കോട്ട് ചെയ്തിരിക്കുന്നത്. പഞ്ചാഗ്നി മധ്യേ തപസ്സു ചെയ്താലും ഈ പാപകർമ്മത്തിന് പ്രതിക്രിയയാകുമോ, സംക്രമം ഉദയ സംക്രമം, പ്രണവതാളത്തിൽ ഉണരുന്നിതാ ഞാനെന്ന ഭാവങ്ങൾ അത്രയും എരിച്ചുകൊണ്ടുയരുന്ന ജാതവേദാഗ്നിയായി, അദ്വൈത മന്ത്രങ്ങൾ അഖിലാണ്ട ചൈതന്യം ഏകമെന്നരുളുന്ന പൊരുളായി, സംക്രമം ഉദയ സംക്രമം പ്രണവ താളത്തിൽ ഉണരുന്നിത. 1991 പുറത്തിറങ്ങിയ അദ്വൈതം എന്ന ചിത്രത്തിൽ മോഹൻലാൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ മോഹൻലാൽ ഇത്തരത്തിൽ ദേവസ്വം സ്വത്ത് കട്ടുമുടിക്കാൻ ഒക്കെ കൂട്ടുന്നിട്ട് പിന്നീട് അദ്ദേഹം സന്യാസിയായി മാറുന്ന ആ വേളയിൽ MG ശ്രീകുമാർ പാടി, കൈതപ്രത്തിന്റെ വരികൾക്ക് MG രാധാകൃഷ്ണൻ ഈണം നൽകി MG ശ്രീകുമാർ പാടിയ പാട്ടാണ് ഇത്. പ്രേക്ഷകർക്ക് ഓർമ്മ കാണും തീർച്ചയായിട്ടും ഈ പാട്ട് മലയാളത്തിൽ കോട്ട് ചെയ്തുകൊണ്ടാണ് ജസ്റ്റിസ് ബദറുദ്ദീൻ ഈ വിധിന്യായം പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. തുടർന്ന് വിധിന്യായത്തിൽ ഇങ്ങനെ പറയുന്നു: ഇൻഫാക്ട് ഓൺ എ റീഡിംഗ് ഓഫ് ദ അലിഗേഷൻസ് അഗൈൻസ്റ്റ് ദ അക്യൂസ്ഡ് പേഴ്സൺസ് ഹിയറിൻ both crimes involving misappropriation of a large quantity of gold from the holy Shabarimala Sannidhanam, everybody regardless of their caste or creed or stature may be murmuring this song to have a high sigh of relief and to express their grief, dissatisfaction and discontent regarding the nature of allegations involved in these crimes. വാതിൽപ്പാളി വിഷയത്തിലും അതുപോലെ തന്നെ ദ്വാരപാലക ശില്പങ്ങളുടെ വിഷയത്തിലും ഒക്കെ തന്നെ സാധാരണ ജനങ്ങളും ഒക്കെ തന്നെ ഈ പാട്ട് മൂളുന്നുണ്ടാകും. അവർ ജാതിക്കും മതത്തിനും അതീതമായി ചിന്തിച്ചുകൊണ്ട് തീർച്ചയായിട്ടും കൊടുത്തതിന് തീർച്ചയായിട്ടും അതിന് മറുപടി കിട്ടും. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ഭഗവാൻ ശബരിമല ശ്രീ ധർമ്മശാസ്താവിന്റെ സ്വത്ത് മോഷ്ടിച്ചവൻ, സ്വർണം മോഷ്ടിച്ചവൻ തീർച്ചയായിട്ടും അത് അനുഭവിക്കുക തന്നെ ചെയ്യും എന്നതും, ഇതിനൊന്നും ഒരു പ്രതിക്രിയയില്ല, ഈ പാപകർമ്മങ്ങൾക്കൊന്നും ഒരു പ്രതിക്രിയയുമില്ല, ഇതൊക്കെ അനുഭവിച്ച് തന്നെ തീർക്കണം എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് ഈ പാട്ടിലൂടെ പുറത്തു വരുന്നത് എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ജസ്റ്റിസ് ബദറുദ്ദീൻ ഈ വിധിന്യായത്തിന്റെ അവസാന ഭാഗത്ത് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വിധിന്യായം പോലും ചർച്ചാ വിഷയമാവുകയാണ്. അല്ലെങ്കിൽ ജസ്റ്റിസ് ബദറുദ്ദീനെ അഭിനന്ദിച്ചുകൊണ്ടാണ് ഇതിൽ ധാരാളം കമന്റുകളും കാര്യങ്ങളും ഒക്കെ തന്നെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ന്യായത്തിന്റെയും നീതിയുടെയും പക്ഷത്ത്, ഭക്തജനങ്ങളുടെ വിശ്വാസികളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് മറ്റൊന്നും ചിന്തിക്കാതെ ന്യായവും നീതിയും മാത്രം നടപ്പിലാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു ന്യായാധിപൻ തന്റെ എഫേർട്ട് മുഴുവൻ, അല്ലെങ്കിൽ തന്റെ റീസണിങ് മുഴുവൻ എടുത്തിരിക്കുന്നു. അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ വിലയിരുത്തിയിരിക്കുന്നു എന്നുകൂടി മനസ്സിലാക്കുന്നതാണ് ഈ ഒരു വിധിന്യായം എന്ന് നമുക്കിത് വായിക്കുമ്പോൾ മനസ്സിലാകും. പഞ്ചാഗ്നി മധ്യേ തപസ്സു ചെയ്താലും ഈ പാപകർമ്മത്തിന് പ്രതിക്രിയയാകുമോ എന്ന് ചോദിക്കുന്നു ഒരു ഹൈക്കോടതി ജഡ്ജി.